പബ്ലിക് നോട്ടീസ് ഇറക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. PSCയുടെ വിവരാവകാശ രേഖ പുറത്ത്. 2015 അധ്യയന വർഷം മുതൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസം മുഖേനയുള്ള ഡിഗ്രി യോഗ്യതകൾക്ക് UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡെബിൻ്റെ അംഗീകാരമില്ലാത്ത വിവരം റിക്രൂട്ട്മെൻറ്റ് വിഭാഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വിദൂര വിദ്യാഭ്യാസ മുഖേനയുള്ള യോഗ്യതയുടെ സ്വീകാര്യതയെ നിർണ്ണയിക്കുമ്പോൾ UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഡെബ് വെബ്സൈറ്റ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും ബഹുമാനപ്പെട്ട ചെയർമാൻ ഉത്തരവായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരം എല്ലാ റിക്രൂട്ട്മെൻറ്റിൻ്റെ വിഭാഗങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഗുരുതര വീഴ്ചകൾ. ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാല സംബന്ധിച്ച് PSC പബ്ലിക് നോട്ടീസ് ഇറക്കിയത് 25/9/2025 അതായത് ഏതാണ്ട് 3 മാസമായി. എന്നിട്ടും ആ പബ്ലിക് നോട്ടീസ് PSC മുക്കിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് PSC അവരുടെ വെബ്സൈറ്റിൽ ഈ പബ്ലിക് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ഈ ഉത്തരവ് സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് PSC ഇത് ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. പൊതുജനങ്ങൾക്ക് എത്തിക്കാതെ ആ ഫയൽ മുക്കാൻ നോക്കുകയാണ് PSC. വിദ്യാർത്ഥികൾ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോഴാണ് PSC ഇങ്ങനെ ഒരു ഉത്തരവുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. കേരള PSC നിലവിൽ UGC അംഗീകാരമില്ലാത്ത അണ്ണാമല, ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകളിൽ പഠിച്ചവർക്ക് തുല്യതയുടെ മറവിൽ ജോലി കൊടുത്തെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അത് UGC അംഗീകാരം ഇല്ലാത്തതുകൊണ്ട് ഭാരതിയാർ, അണ്ണാമല ഇതര സർവകലാശാലകൾ സുപ്രീം കോടതിയിൽ കേസിലുമാണ്. അന്ന് കേരള PSC വെറും തുല്യത മാത്രം നോക്കി അർഹതയില്ലാത്തവർക്കെല്ലാം ജോലി നൽകി. 2018 തന്നെ ഉത്തരവുണ്ട് UGC അംഗീകാരമുള്ളവർക്ക് തുല്യതയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ്. അതെല്ലാം ചട്ടലംഘനം നടത്തിയിട്ടാണ് PSC അംഗീകാരം ഇല്ലാത്തവരെല്ലാം കുത്തി നിറച്ച് ജോലിയിൽ കയറ്റിയത്. ഇപ്പോഴും അതിനേക്കാളും വലിയ തെറ്റാണ് PSC ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഇറക്കിയ പബ്ലിക് നോട്ടീസിൻ്റെ ഫയൽ പൊതുജനങ്ങൾക്ക് അറിയാതെ PSC ഓഫീസിൽ മുക്കി വച്ചിരിക്കുകയാണ്. PSC പോലുള്ള ഭരണഘടനാ സ്ഥാപനത്തിന് ചേർന്ന പണിയല്ല ഇത്. PSC ഇപ്പോൾ ഇറക്കിയ ഉത്തരവ് മുക്കി വയ്ക്കുന്നത് ശരിയല്ല. അത് ജനങ്ങൾക്ക് അറിയാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. ജനങ്ങൾക്ക് അറിയണം ആ കാര്യങ്ങൾ. ഈ ഓർഡർ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അതേപോലെ തന്നെ UGC അംഗീകാരമുള്ള വിദ്യാർത്ഥികൾ PSCയിൽ അപേക്ഷിക്കുന്നുണ്ട്. അംഗീകാരം ഇല്ലാത്ത, അർഹതയില്ലാത്തവർ അപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാവുന്ന അവകാശമുണ്ട്. അതുകൊണ്ട് PSCയുടെ വെബ്സൈറ്റിൽ ഈ ഉത്തരവ് ഇടണം. 2024 സുപ്രീം കോടതി ഉത്തരവ് തന്നെയുണ്ട് UGC ചട്ടം എല്ലാ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പാലിക്കണമെന്ന്. അതിൽ PSCയും വരും. PSC അത് പാലിക്കണം, സുപ്രീം കോടതിയുടെ ഓർഡർ. ഇപ്പം PSC പറഞ്ഞിരിക്കുന്ന ഡെബ് അംഗീകാരം ഉള്ളവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ ഇറക്കിയിരിക്കുന്നത്. അംഗീകാരം ഇല്ലാത്തതൊന്നും അംഗീകരിക്കില്ലെന്ന്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ഉത്തരവ് മറച്ചു വയ്ക്കുന്നത് സുപ്രീം കോടതി വിധി ലംഘനമാണ്. ഒന്നാമത് 2024 ഓർഡറിൽ തന്നെ സുപ്രീം കോടതി വ്യക്തമായിട്ട് പറയുന്നു UGC ചട്ടം പാലിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾ UGC അംഗീകാരമില്ല. മൂന്നാമത്തെ കാര്യം, ഭാരതിയാർ ഉൾപ്പെടെ ഇതര സർവകലാശാലകളെല്ലാം ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസിലാണ്. ഈ കേസിലിരുന്ന സമയത്താണ് അംഗീകാരം ഇല്ലാത്തവരെല്ലാം തുല്യതയുടെ മറവിൽ PSCയിൽ ജോലിയിൽ കയറി. സംസ്ഥാനത്തെ തുല്യതാ സർട്ടിഫിക്കറ്റിന്റെ മറവിൽ സെറ്റ് സർട്ടിഫിക്കറ്റ്. തുല്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് സർട്ടിഫിക്കറ്റ് റെഡി. UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളിൽ പഠിച്ചവർക്ക് LBS സെന്റർ സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകി വരുന്നു. LBSന്റെ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം സമ്മതിക്കുന്നത്. LBS സെന്റർ പറയുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സർവകലാശാലയുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ ആ തുല്യത മതി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ UGCയുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ LBS തുടങ്ങിയിട്ടുള്ള UGCയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരം എന്നിവയൊന്നും പരിശോധിക്കാൻ തങ്ങൾക്ക് സംവിധാനമില്ല എന്നുള്ളതാണ് LBSനൊരു ന്യായീകരണമായി പറയുന്നത്. അതായത് UGCയുടെ അംഗീകാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തങ്ങൾ എല്ലാ സർവകലാശാലകളിൽ പഠിച്ചവർക്കും സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നുള്ളൊരു വിചിത്രവാദമാണ് ഇപ്പോൾ ഈ LBS സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വയ്ക്കുന്നുണ്ട്. ഇതിലേറ്റവും ഒരു രസകരമായ കാര്യം എന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് ഈ സുപ്രീം കോടതിയിൽ കേസിൽ കിടക്കുന്ന ഭാരതിയാർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം. ഭാരതിയാർ സർവകലാശാലയിലെ ഇപ്പോൾ അതിൻ്റെ അംഗീകാരം സംബന്ധിച്ച സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്.
സർവകലാശാലയാണ്. എന്നാൽ ആ സർവകലാശാലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ LBS സെന്ററിൽ നിന്ന് സെറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്. അങ്ങനെ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലയ്ക്കും സമാനമായ രീതിയിൽ LBS സെറ്റ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. എന്നാലും വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ചുള്ള പരാതി മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ നൽകാൻ ഒരുങ്ങുകയുമാണ്.